Hi, good morning students. നമുക്ക് ഇന്ന് നോക്കാം ഷോർട്ട് റൺ equilibrium of the firm അതിൽ MC is equal to MR approach. അതായത് മാർജിനൽ കോസ്റ്റ് is equal to marginal approach. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയതായിരുന്നു ടോട്ടൽ അപ്രോച്ച് ആയിരുന്നു. അതിനകത്ത് ആവറേജ് ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കിയത് കേട്ടോ. അപ്പോൾ പ്രൈസ് ഡിറ്റർമിനേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മളുടെ ഇതിനകത്ത് വരുന്നത് ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ. അപ്പോൾ ഈ നമ്മൾ ഇത്രയും ഗ്യാപ്പ് ഇട്ട് ക്ലാസ് എടുക്കുമ്പോൾ യു ഡോണ്ട് ഫോർഗെറ്റ് അബൌട്ട് വാട്ട് ഈസ് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. ചെറിയ കാലയളവിൽ വേണ്ടിയിട്ട് പ്രൈസ് ഡിറ്റർമിനേഷൻ ചെയ്യുന്നതിനെയാണ് ഷോർട്ട് റൺ എന്ന് പറയാം. So we can see what all happen in MC is equal to MR curve എന്നുള്ള ആ ഒരു ഇതിനകത്ത് നമുക്ക് നോക്കാം. And this the most important thing is that എന്താണ് മാർജിനൽ കോസ്റ്റും എന്താണ് മാർജിനൽ റവന്യൂ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഷോർട്ട് റൺ equilibrium of the firm can also be explained with MR approach. A firm in perfect competition is said to be short run equilibrium when it produces an output at which marginal cost equals marginal revenue. നമ്മൾ പറഞ്ഞതാണ് മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ ഈക്വൽ ആയിട്ട് വരുന്ന പോയിന്റിലാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരു ഷോർട്ട് റൺ ഈക്വലിബ്രിയം വരുന്നത്. MR ഈസ് എ ചേഞ്ച് ഇൻ TR റിസൾട്ടിങ്. എന്താണ് MR എന്ന് പറയുന്നത്? മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ TR, അതായത് ടോട്ടൽ റവന്യൂ റിസൾട്ടിങ് ഫ്രം ഇൻക്രീസിങ് 1 യൂണിറ്റ്. എങ്ങനെയാണ് അത് റിസൾട്ട് ചെയ്യുന്നത്? ഇൻക്രീസിങ് 1 യൂണിറ്റ്, ഒരു യൂണിറ്റ് ഇൻ ദ സെയിൽ പെർ പീരീഡ് ഓഫ് ടൈം. ഒരു യൂണിറ്റ് ഇൻക്രീസ് സെയിലിൽ പെർ പീരീഡ് ഓഫ് ടൈം. ആ പറയുന്ന ഷോർട്ട് ടേം പീരീഡ് ഓഫ് ടൈമിനകത്ത് ഒരു യൂണിറ്റിന്റെ ഇൻക്രീസ് ചെയ്യുമ്പോൾ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം? വരുമ്പോൾ ഉണ്ടാവുമ്പോൾ TR ഉണ്ടാവുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയാം? MR എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ MR you have to underline what is MR. MR is the change in TR resulting from an increase in 1 unit of sale per period of time. Per period of time പറയുന്നത് ഷോർട്ട് റൺ പീരീഡ്. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും. സിൻസ് ഡിഫറെൻറ്റ് യൂണിറ്റ് ഓഫ് എ കമോഡിറ്റി ആർ സോൾഡ് അറ്റ് ദ സെയിം പ്രൈസ് MR ഈക്വൽസ് പ്രൈസ്. ഇപ്പോൾ ഡിഫറെൻറ്റ് യൂണിറ്റ് ഓഫ് കമോഡിറ്റി നമ്മളിപ്പോൾ പല യൂണിറ്റ് ഓഫ് കമോഡിറ്റിയും സെയിം പ്രൈസിനകത്ത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ MR എന്തിന് ഈക്വൽ ആവും? പ്രൈസിന് ഈക്വൽ ആവും. അപ്പോൾ ഒരുപാട് ഇപ്പോൾ ഒരു 100 യൂണിറ്റ് ഓഫ് കമോഡിറ്റി ഉണ്ട്, പക്ഷേ 1000 rupees എന്നുള്ള പ്രൈസിനകത്താണ് അത് വിൽക്കുന്നത് എന്ന് വിചാരിക്കും. അപ്പോൾ മാർജിനൽ റവന്യൂ, അപ്പോൾ കാരണം ഈ 100 എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു യൂണിറ്റ് ഓഫ് കമോഡിറ്റിക്ക് 1000 rupees ആണ്. രണ്ടാമത്തെ യൂണിറ്റ് അഡീഷണൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യാണ്. അതിന്റെ പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് MC ഈസ് ഈക്വൽ ടു പ്രൈസ്, അല്ലെങ്കിൽ പ്രൈസ് സെയിം ആയിട്ട് നിൽക്കുകയും യൂണിറ്റ് കൂടുകയും വ്യത്യാസപ്പെടുകയും ചെയ്യുമ്പോഴും പ്രൈസ് സെയിം ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ MR ഈക്വൽസ് പ്രൈസ് ആണ് വരിക. മാർജിനൽ റവന്യൂ എപ്പോഴും പ്രൈസിന് ഈക്വൽ ആയിട്ട് വരും. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. Then MC shows the additional cost of producing one more unit of output. Marginal cost എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's an additional cost of producing one more unit of output ആണ് കേട്ടോ. അഡീഷണൽ കോസ്റ്റ് ആണ്. മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അഡീഷണൽ ആണ് കേട്ടോ. മാർജിനലിന്റെ മീൻ എന്താ? മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ റവന്യൂ ടു ദ ടോട്ടൽ റവന്യൂ. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ ടു ദ ടോട്ടൽ കോസ്റ്റ് അല്ലേ. മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ അഡീഷൻ ടു ദ ടോട്ടൽ റവന്യൂ ബൈ ആഡിങ് 1 more യൂണിറ്റ് ഓഫ് കമോഡിറ്റി. അങ്ങനെയാണ് അത് നിങ്ങൾ പഠിച്ചിരിക്കണം. എന്താണ് മാർജിനൽ എന്ന് ഉദ്ദേശിക്കുന്നത്? ഒന്ന് കൂട്ടുന്നതിനെയാണ് മാർജിനൽ എന്ന് പറയാം കേട്ടോ. അപ്പോൾ MC ഞാൻ നിങ്ങൾക്ക് ഇത്രയും ബേസിക് ആയതുകൊണ്ടാട്ടോ ഇത്രയും ഡൗൺ ലൈൻ എന്ന് പറയുന്നത്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് മീൻസ്. ഇത് പഠിക്കാതെ നമ്മൾ പോയിട്ട് കാര്യമില്ല. So this is very important what it means. Okay, you have to write in the notebook what is total cost, what is total revenue, what is average cost, what is average revenue, then what is marginal cost, what is marginal revenue, what is അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോട്ട്ബുക്കിനകത്ത് ബാക്ക് സൈഡിൽ you have to write. So it would be good. Marginal cost shows the additional cost of producing one more unit of output. Profit increases when marginal revenue exceeds marginal cost and diminishes when marginal cost exceeds മാർജിനൽ. ഇപ്പം പ്രോഫിറ്റ് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? മാർജിനൽ റവന്യൂ അല്ലേ. മാർജിനൽ റവന്യൂ ഇൻക്രീസസ് മാർജിനൽ കോസ്റ്റ്. കോസ്റ്റിനേക്കാൾ കൂടുതൽ റവന്യൂ ഉണ്ടാകുമ്പോൾ പ്രോഫിറ്റ് കൂടും. ഓപ്പോസിറ്റ് വരുമ്പോൾ, അതായത് കോസ്റ്റിനേക്കാളും കുറച്ച് റവന്യൂ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് പറ്റും? പ്രോഫിറ്റ് കുറയുകയും ചെയ്യും. പ്രോഫിറ്റ് ഈസ് അറ്റ് മാക്സിമം വെൻ MR and MC are equal. Thus, a firm in a perfectly competitive market maximizes short-run total profit.
profit by producing the rate of output at which MC equals the market price of the commodity. The level of output is known as optimum level of output. എപ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്നത്? മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റും ഈക്വൽ ആയിട്ട് വരുന്ന പോയിന്റിൽ നമുക്ക് എന്തുണ്ടാവും? പ്രോഫിറ്റ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓപ്റ്റിമൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുക കേട്ടോ. അപ്പോൾ നമുക്ക് ഡയഗ്രാം നോക്കാം. ഈ ഡയഗ്രാമാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ആവറേജ് കോസ്റ്റ് ഉണ്ട്, ആവറേജ് മാർജിനൽ കോസ്റ്റ് ഇവിടെ വരുന്നുണ്ട്. ദെൻ ക്വാണ്ടിറ്റി ആണ്, ഔട്ട് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഓൺ OX ആക്സിസ് ആൻഡ് റവന്യൂ ആൻഡ് കോസ്റ്റ് ഈസ് ഓൺ OY axis. These are the point of profit. A, B, C, A, D എന്ന് പറയുന്ന ആ ഡയഗ്രാം അല്ലെങ്കിൽ ബോക്സ് ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഡയഗ്രത്തിന് AC ആൻഡ് MC കർവ് ആർ ദ U-shaped കർവ്. ഇതിനകത്ത് U-shaped കർവ് ആണ്. അറിയാം, ബിക്കോസ് ഓഫ് ദ ഓപ്പറേഷൻ ഓഫ് ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് ഇൻ പ്രൊഡക്ഷൻ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് എന്താണ്? ആ പ്രൊഡക്ഷൻ ടെക്നിക്ക് ക്രിയേറ്റ് ആവുന്നതുകൊണ്ട് ഇത് U-shaped ആയിട്ട് വരും. The horizontal line, ഈ horizontal line labeled DEC, horizontal line D labeled as AR is equal to MR is equal to P shows ഈ ഡിമാൻഡ് കർവ് ഉണ്ടല്ലോ, ഇത് AR is equal to MR is equal to P എന്നുള്ളതാണ് കാണിക്കുന്നത് ഈ horizontal line കേട്ടോ. Average and margin revenue and profit maximizing output എന്ന് പറയുന്നത് Q ആണ് ഇവിടെ. ബിക്കോസ് MC is equal to MR. ഈ ഒരു ലെവലിനകത്ത് ഈ വരുന്ന പോയിന്റിനകത്ത് MC is equal to MR ആണ് കേട്ടോ. നമ്മൾ ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ വരച്ചൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഡിഫിക്കൽട്ട് ഉണ്ട്. ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് Q, ഈ പോയിന്റിലാണ് നമുക്ക് എന്ത് വരുന്നത്? MC is equal to, ഈ കാണുന്ന MC is equal to MR എന്ന് പറയുന്ന, ഇത് റവന്യൂ കർവ് ആണല്ലോ, MC is equal to MR എന്ന് പറയുന്ന പോയിന്റിനകത്ത് നമുക്കിവിടെ എത്താനായിട്ട് പറ്റുന്നത് കേട്ടോ. അറ്റ് ഔട്ട്പുട്ട് ലെവൽ Q, മാർജിനൽ റവന്യൂ ഇസ് ഗ്രേറ്റർ ദാൻ മാർജിനൽ കോസ്റ്റ്. Marginal revenue is equal to marginal cost. Output must be expanded because an increase in the production increases profit by the amount that MR should be greater than MC. Output increase ചെയ്യുന്ന പോയിന്റ് ഏതാണ്? MR greater than MC ആവും. If the current output is greater than Q, output must be reduced. This is due to the fact that beyond Q, marginal revenue is less than മാർജിൻ. ഈ ഒരു പോയിന്റിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാക്സിമം പ്രോഫിറ്റ് വരുന്നത്. ഈ പോയിന്റിന് താഴെ വരുന്ന ഈ പ്ലേസിലെല്ലാം നമുക്ക് നെഗറ്റീവ് ആയിരിക്കും പ്രോഫിറ്റ്. ബിക്കോസ് എന്താണ്? MC is less than MR എന്ന് പറയുന്ന പോയിന്റാണ് ഉണ്ടാവുക കേട്ടോ. The firm is producing the equilibrium level of output Q. Profit per unit is the distance between, ഇതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. CD is the distance of profit. Total profit is in the area of rectangular. Total profit എന്ന് പറയുന്നത് നമ്മൾക്ക് വരുന്ന BCDA എന്ന് പറയുന്ന ടോട്ടൽ പ്രോഫിറ്റ് കേട്ടോ. പക്ഷെ ഈ ഒരു പെർ യൂണിറ്റിന്റെ പ്രോഫിറ്റ് ആണ് ഏത് വരുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ C and D. Total profit is equal to the profit margin per unit times the number of units. എന്താണ് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഒരു കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി സോൾഡ് ആണ്. അതാണ് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് രണ്ട് കണ്ടീഷൻസ് ആണ്. ഇത് ക്ലിയർ ആണല്ലോ അല്ലെ. ഇത് നമ്മുടെ MC കർവ് ഉണ്ട്. നമുക്കിവിടെ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നതാണ് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് വരുന്ന ടോട്ടൽ പ്രോഫിറ്റ് ആണ് BCAD എന്ന് പറയുന്നത്. അതിനകത്ത് പെർ യൂണിറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് CD ആണ്. അവിടെയാണ് MC is equal to MR എന്ന് വരുന്ന പോയിന്റ് വരുന്ന ഭാഗമാണിത് കേട്ടോ. ഇവിടെ എല്ലാം MC is greater than MR beyond point കേട്ടോ. ഇപ്പോൾ എല്ലാം അങ്ങനെയാണ് വരിക. Thus, first condition of the maintainment of equilibrium of the firm is MC must be equal to MR. The requirement that profit maximizing firms must produce that level of output where its MC is equal to MR is called the necessary condition for profit maximizing output selection. MC is equal to MR എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിൽ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ആവശ്യം. This condition cannot assure profit maximization. This condition ആണ് ഈ പറയുന്നത്. This condition cannot assure profit maximization. Profit could be maximized if the second condition is also satisfied. ഒരു രണ്ടാമത്തെ കണ്ടീഷനും കൂടി പറയുന്നുണ്ട്. അതും കൂടി സാറ്റിസ്ഫൈ ചെയ്താലാണ് പ്രോഫിറ്റ് വരുള്ളൂ. The second condition for equilibrium requires that MC must be raising at the point of intersection with MR curve.
This means that MC curve must cut the MR curve from below. That is, the slope of the MC curve must be greater than the slope of the MR curve. The sufficient conditions are twofold: the equality of MCs and MR. The slope of the MC must be greater than the slope of the MR curve. നമ്മൾ ഇവിടെ നോക്കേണ്ട വേറൊരു കാര്യം കൂടി, ഫസ്റ്റ് കണ്ടീഷൻ എന്ത് പറയുന്നുണ്ട്, നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ MC കർവ് ഉണ്ടല്ലോ, അത് MR കർവിനെ കട്ട് ചെയ്തിട്ട് സ്ലോപ്പ് ഏറ്റവും കൂടുതൽ ഡിമിനിഷിംഗ് ആയിട്ട് വരുന്ന സിറ്റുവേഷനിൽ മാത്രമേ, അത് നമ്മളിങ്ങനെ വരയ്ക്കുമല്ലോ, cannot do much because നമ്മളിങ്ങനെ പറയുമ്പോഴേ MC കർവ് ഉണ്ടല്ലോ, നമ്മൾ ഇതിന്റെ ഒരു സ്ലോപ്പ് ഉണ്ടല്ലോ, ആ സ്ലോപ്പ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ MR കർവ് എന്നാണ് പറയുന്നത്. സ്ലോപ്പ് എപ്പോഴും MR കർവിന്, ദ സ്ലോപ്പ് ഓഫ് ദ MC മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് ദ MR കർവ്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ, നിങ്ങൾക്ക് അറിയാലോ സ്ലോപ്പ് എന്താണ്, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുക, ഈ ടോട്ടൽ പ്രോഫിറ്റ് കൂടുതലായിട്ട് ഉണ്ടാവുക എന്നാണ് പറയുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. എന്താണ് MC എന്ന് പറയണം, എന്താണ് MR എന്ന് പറയണം. ഈ ടോട്ടൽ ഷോർട്ട് റണ്ണിൽ ഈക്വിലിബ്രിയം വരണമെങ്കിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കണ്ടീഷൻ MC is equal to MR ആണ്. അത് മാത്രമല്ല, ഒരു സെക്കൻഡ് കണ്ടീഷനും കൂടി പറയുന്നുണ്ട്, അതായത് സ്ലോപ്പ് ഓഫ് ദ MC കർവ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് ദ MR കർവ്. കാരണം മാർജിനൽ റവന്യൂ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ മാർജിനൽ കോസ്റ്റ് കർവിനെ കട്ട് ചെയ്തിട്ട് മുകളിലോട്ട് പോകണം. അങ്ങനെ പോകുന്ന ആ എപ്വേർഡ് കണ്ടീഷൻ, കാരണം വൺസ് അത് കട്ട് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ അതിനെ ക്രോസ് ചെയ്താൽ മാത്രമേ എപ്പോഴും പ്രോഫിറ്റ് സിറ്റുവേഷൻ കൂടുകയുള്ളൂ കേട്ടോ. നിങ്ങൾ ആദ്യത്തെ മൈക്രോ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, എങ്ങനെയാണ് ഇന്റർസെക്ഷണൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വരുന്നത് എന്നുള്ളതൊക്കെ. അപ്പൊ അത് എപ്പോഴും കട്ട് ചെയ്ത് സ്ലോപ്പ് ഏറ്റവും താഴോട്ട് വന്നിട്ട് മേളിലോട്ട് പോകുമ്പോഴാണ് കൂടുതൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഉണ്ടാവുക. So this is about profit maximization of MC and MR curve in the short run period. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് വേഴ്സസ് ലോസ്. ഷോർട്ട് റണ്ണിൽ നമുക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റും ഉണ്ടാവും, സൂപ്പർ നോർമൽ ലോസും ഉണ്ടാവും. And then how it happens and how it determines the price determination of the perfect competition in the short run period. So in the conclusion, I can say that you have to remember what is perfect competition and what is the price determination in the perfect competition, what are the factors. അല്ലേ, നമ്മൾ ഡിമാൻഡ് കർവ് എല്ലാം പഠിച്ചു. what is the shape of the demand, average revenue and marginal cost curve. അല്ലെ, ഒരു ഹൊറിസോണ്ടൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ പഠിച്ചു. അതാണ് ആവറേജ് റവന്യൂ എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ആണ്. കാരണം എന്താണ്, പ്രൈസ് ഏതാണെന്നുണ്ടെങ്കിലും ആവറേജ്, നമ്മൾ ഏത് പ്രൈസ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ആ പ്രൈസ് ആക്സെപ്റ്റ് ചെയ്യാണ്. 100 യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി സെല്ല് ചെയ്യണമെങ്കിലും ഒരൊറ്റ പ്രൈസേ നമ്മൾ അവിടെ ഉണ്ടാവുള്ളൂ. ഞാൻ ഓൾറെഡി ഒരുപാട് പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു, പ്രൈസ് ടേക്കർ ആണ് അവിടെ, പ്രൈസ് ഫിക്സഡ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ആവറേജ് റവന്യൂവിന്റെ ഷേപ്പ് എന്ത് വരുന്നത്, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരുന്നത് അല്ലേ. പിന്നെ മാർജിനൽ റവന്യൂവിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ദെൻ മാർജിനൽ കോസ്റ്റിന്റെ കാര്യം പറഞ്ഞു. So you have to remember that the second conditions for the maximization of the short run equilibrium is MC is equal to MR. That is very essential, and you have to write a note about this and you can post it in the evening. If you are writing in Malayalam also, if you get the Malayalam textbook, you can write in Malayalam also, but I'm not sure about ഇത് എത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല, മലയാളം ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഈ പറയുന്ന പോലെ അത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് not sure, but Malayalam അത്ര flexible ആണെന്നുണ്ടെങ്കിൽ you can go with that, no problem. Okay, thank you.